മുൻ ടെലിഗ്രാഫ് എഡിറ്റർ ആയിട്ടുള്ള ആർ രാജഗോപാലിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പൊ ഏറെ ചർച്ചാ വിഷയമാകുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാസ്പോർട്ട് നിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്, എന്റെ കാര്യം ഇങ്ങനെയാണ് എങ്കിൽ, അതായത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത് നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ട് ആയാലും വോട്ടർ ഐ ഡി ആയാലും ആധാർ ആയാലും ഒന്നും ഒരു പൗരത്വാവകാശ രേഖയായിട്ട് കാണാത്ത സ്ഥിതിക്ക് ഇതൊരു വലിയ വിഷയം തന്നെയല്ലേ സർ? അല്ല, ഇവിടെ SIR വന്ന കാലം മുതൽ തന്നെ വലിയ തോതിലുള്ള വിമർശനം അതിനെതിരെ വന്നിട്ടുണ്ട്. ഒന്നാമത് SIR എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, അതിന് കൊടുത്തിട്ടുള്ള അടിസ്ഥാനം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ 1987 ശേഷം ജനിച്ച ആളാണെങ്കിൽ എനിക്ക് അന്ന് എനിക്ക് 2002 വോട്ടില്ല. 2002 എനിക്ക് വോട്ടില്ല എങ്കിൽ എനിക്കിപ്പോ വോട്ട് ചേർക്കണമെങ്കിൽ 2002 എൻ്റെ അച്ഛനോ അമ്മയോ അതുപോലെ അടുത്ത ബന്ധുക്കളോ എന്ന് പറഞ്ഞില്ല, അച്ഛനോ അമ്മയോ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവും. 2002 എൻ്റെ അച്ഛനോ അമ്മയും മരിച്ചു പോയിരിക്കുക, അവർക്ക് വോട്ടില്ല. അപ്പൊ എനിക്ക് വോട്ട് കിട്ടില്ല. 1987 ജനിച്ചു ഞാൻ. 87 ശേഷം 2004 വോട്ട് ചെയ്തു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഇപ്പൊ കേരളത്തിലാണ് 2006 നിയമസഭ, 2009, അങ്ങനെ 5-8 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ വോട്ട് ചെയ്തു. പക്ഷെ എനിക്ക് എൻ്റെ വോട്ടർ ലിസ്റ്റിൽ ചേർക്കില്ല, SIR ഇല്ല. ഞാൻ ഒരു രേഖ കൊടുത്തിട്ടും കാര്യമില്ല, ആധാർ കൊടുത്തിട്ടും കാര്യമില്ല, പാൻ കാർഡ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഈ 2 രേഖയും വേണം. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. സ്ഥലം വാങ്ങണമെങ്കിൽ ഇതൊക്കെ വേണം, ശരി, പാൻ കാർഡ് വേണം. പക്ഷെ എന്നാലും നിങ്ങൾ പൗരനല്ല. പൗരനില്ലാത്ത ഒരാൾക്ക് ഇവിടെ സ്ഥലം വാങ്ങാൻ പറ്റും. അപ്പൊ ഈ പൗരത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോട്ടർ ID പൗരത്വവുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം, അത് പാടില്ല എന്ന് സുപ്രീം കോടതി വിധി പണ്ടേ ഉണ്ട്. വോട്ടർ ID പൗരത്വവുമായി യാതൊരു ബന്ധവുമില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതും ഉണ്ട്, ആ വിധിയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മൊത്തം കൺഫ്യൂസ്ഡ് ആക്കി SIR എന്നതിനെ ആകെ കുളമാക്കി ചില ലക്ഷ്യങ്ങൾ നേടാനാണ് ശ്രമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ആദ്യമേ പരാതി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ആദ്യം 60 ലക്ഷം വോട്ടർമാരാണ് ഇപ്പോൾ രാജഗോപാലുള്ള ബംഗാളി പുറത്തായത്. അവര് പിന്നെ അവിടെ നിന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും കൊടുത്ത് ഒരുപാട് കടുത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് വോട്ടർ പട്ടിക ഫൈനലാക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് വോട്ടുണ്ടോന്ന് തലേ ദിവസം പോയി നോക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു നിയമവിരുദ്ധതയുണ്ട്. കാരണം എനിക്ക് വോട്ടുണ്ടെങ്കിൽ എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും, അപ്പൊ എനിക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള അവകാശം നിങ്ങൾ കളഞ്ഞില്ലേ? അപ്പോ കാരണം വോട്ടർ ലിസ്റ്റിലുള്ളവർക്കല്ലേ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റും. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ചില സീരിയൽ നടികളൊക്കെ അവസാനം വോട്ടർ ലിസ്റ്റിലെ പേരില്ല എന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ടല്ലോ, ഇലക്ഷൻ പോയിട്ടില്ല. പക്ഷെ എന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഇതാണ് പ്രശ്നമായിരുന്നത്. യെസ്. അപ്പൊ എന്ത് പറ്റി? ഇവിടെ രാജഗോപാൽ ഉന്നയിച്ചത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി, 10, 30, 40 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്, കൽക്കട്ട നിവാസിയാണ്. ബാലിഗഞ്ച് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹം വോട്ടറാണ്. ദി ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പത്രത്തിന്റെ എഡിറ്ററാണ്. അദ്ദേഹം അവിടെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് വോട്ടില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നറിയുന്നു. അത് അറിയുന്നത് എപ്പോഴാണ്? അത് അതിലും വിചിത്രമാണ്. ഇദ്ദേഹം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നു മാർച്ച് മാസത്തിൽ. മാർച്ച് 19 ഇദ്ദേഹത്തിന്റെ ബയോമെട്രിക് ഒക്കെ എടുക്കുന്നു. ബയോമെട്രിക് എടുത്താൽ നിങ്ങളുടെ പിന്നെ പാസ്പോർട്ട് കിട്ടാൻ യാതൊരു കുഴപ്പമില്ല. കാരണം അങ്ങനെയാണെങ്കിലേ ബയോമെട്രിക് എടുക്കുകയുള്ളൂ. ബയോമെട്രിക് എടുത്തിട്ട് വരുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, PCC. എന്താന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വോട്ടില്ല. അപ്പോൾ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങളുടെ PCC ഉണ്ടാക്കാൻ. എങ്ങനെയാ? അപ്പോൾ ആധാർ കാർഡ് നോക്കിയാൽ പോരെ, പാൻ കാർഡ് നോക്കിയാൽ പോരെ. ആധാർ കാർഡ്, പാൻ കാർഡ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് മാതാപിതാക്കളുടെ ഇതൊക്കെ കാണിച്ചാലും പോരാ, പാസ്പോർട്ട് കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം അമേരിക്കയിൽ വെച്ച് നടക്കുകയായിരുന്നു 17-ാം തീയതി, ഏപ്രിൽ 17-ന് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ അദ്ദേഹം ഇപ്പോഴും എഴുതുന്നത്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യം എന്നുള്ള നിലയ്ക്കല്ല എഴുതുന്നത്. വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പത്രപ്രവർത്തനാണ് അദ്ദേഹം. അദ്ദേഹം മലയാളിയാണ്. കേരളത്തിൽ വന്ന് പല പ്രാവശ്യം ഞാൻ അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിരൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത് വളരെ പ്രസക്തമായി വരുന്നത്. അതിരൂക്ഷമായ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളൊക്കെ ഈ SIR അടക്കം മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ അവസാനം എന്ത് പറ്റി? അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വോട്ടർ ലിസ്റ്റിൽ പേരില്ല, വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണ എത്രയോ കൊല്ലങ്ങളായി വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം രേഖകൾ ഉണ്ടാക്കാൻ തുടങ്ങി.
ഞാൻ ഈ പറഞ്ഞ പോലെ പാൻ കാർഡ്, ആധാർ കാർഡ്, മറ്റേ ബന്ധുക്കളുടെ ഇത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ടും ഒരു നടപടിയില്ല. അതിന്റെ പേര് പറ്റി. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 27 ലക്ഷത്തിലധികം വോട്ടർമാർ അവിടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിന് പറയുന്ന കാരണം ബംഗ്ലാദേശികളുടെ വോട്ടാ പോയത്. ബംഗ്ലാദേശിയാണോ ആർ രാജഗോപാൽ? ഒരു പറയട്ടെ, അവിടുത്തെ ഒരു ഈ ആസാമിലെ ഒരു BJP MLA വോട്ട് പോയി. കാരണം ഇതൊരു കൃത്യമായ മാനദണ്ഡമില്ലാതെ ചെയ്യുന്ന ഒരു പ്രക്രിയ. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ ബോധവും വളരെ ശക്തമായുള്ളത് കൊണ്ടാണ് കേരളത്തിലെ SIRൽ വലിയ ഇടപെടൽ നടക്കാതിരുന്നത്. കാരണം ഇവിടെ താഴെ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനും CPMനും മറ്റ് മുസ്ലിം ലീഗ് അതുപോലെയുള്ള കക്ഷികൾക്കും ശക്തമായ വേരുണ്ട്. അതുകൊണ്ട് ഓരോ വാർഡിലെയും, മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനടുത്താണ് നമ്മുടെ SIR വന്നത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയായി. പക്ഷെ ഇതല്ല ബംഗാളിലെ സ്ഥിതി. ബംഗാളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. കോൺഗ്രസ് ദുർബലമാണ്. ആകെ തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രതികാരമുള്ളത്. അപ്പോൾ അവിടെ എല്ലാ പരിപാടികളും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ജയിച്ചത്. സ്റ്റേറ്റ് ഉദ്യോഗസ്ഥന്മാരെ പോലും തൊടിയിച്ചില്ല. അതുകൊണ്ടാണ് ബംഗാളിൽ ഇത്രയും 27 ലക്ഷം വോട്ട് പോവുകയും അവസാനം അവിടെ ബംഗാൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വളരെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു ഫലമാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവസാനം ഇദ്ദേഹത്തിന് ഇത് കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, പൗരത്വവുമായി ഇതിനെന്ത് ബന്ധം? SIRന് പൗരത്വമായി ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ടിന് പൗരത്വവുമായി എന്ത്? പാസ്പോർട്ട് പൗരത്വത്തിന്റെ രേഖയല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പാസ്പോർട്ട് തരുന്നതിന് എന്തിനാ വോട്ടർ ID നോക്കുന്നത്? അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്നുള്ള ഒരാളെ പുറത്താക്കാൻ പറ്റുമോ? എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്ന ആളല്ലേ, പാസ്പോർട്ട് പുതുക്കല്ലേ. പുതുക്കാൻ എന്തിനാ ഈ വോട്ടർ ഐഡിയിൽ പേരുണ്ടോ നോക്കണേ? ഞാനും പാസ്പോർട്ട് പുതുക്കിയ ആളാണ്. 2023 ആരും എന്നോട് ചോദിച്ചില്ല വോട്ടർ ID പേരുണ്ടോ, ഒന്നും ചോദിച്ചില്ല. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, അത് ശരിയാണ്. അപ്പോ ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു കളിയാണ്. അപ്പൊ അതിന്റെ ഫലം വരാൻ പോണത്, ബംഗാളിൽ ഈ വോട്ടർ IDയിൽ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷേമ പദ്ധതിക്കും അർഹതയില്ല. അങ്ങനെയാക്ക്. അപ്പൊ ക്ഷേമ പദ്ധതി വോട്ടർ പട്ടികയായിട്ട് എന്താ ബന്ധം? നിങ്ങൾക്ക് ആധാർ കാർഡ് തന്നിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് തന്ന ആധാർ കാർഡാണ്. നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്. പാസ്പോർട്ട് ഉള്ളവർക്ക് അതുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ വോട്ടർ ID പോലും ഉണ്ടാവും, ലിസ്റ്റിൽ പേരില്ല എന്നുള്ളൂ. വോട്ടർ ID മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള ഒരാൾക്ക് ക്ഷേമ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ചതിയാണ്. കാരണം എന്താ വെച്ചാൽ ആരെ ക്ഷേമ പദ്ധതിക്ക് പോണത്? ഏറ്റവും ദരിദ്രരായ ദുർബലരായ മനുഷ്യനാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അതൊക്കെ കിട്ടുന്ന ആൾക്കാർ പരമദരിദ്രരായ ആളുകൾക്ക്. അതുപോലെ MNREG പോലെയുള്ള പദ്ധതികൾ, ഇപ്പൊ VBG റാം, എന്തായാലും ഇവർക്ക് ഇതൊന്നും കിട്ടില്ല. ഇത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആസാമിലും ചെയ്തിട്ടുണ്ട്. ഇത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം ഈ SIRന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുക. ഈ മനുഷ്യാവകാശ ലംഘനം ഇത് വേറെ ചില സർക്കാരുകളും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു, രാജഗോപാൽ പറയുന്നു. ആരും ചെയ്യാൻ പാടില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ചെയ്യും. അതിന് മാനദണ്ഡങ്ങൾ വെക്കും, കൃത്യമായി മാനദണ്ഡങ്ങൾ വെക്കും. എന്റെ ചോദ്യത്തിന് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ 2024 ഞാൻ വോട്ട് ചെയ്തു. 2024 ഞാൻ വോട്ട് ചെയ്തെങ്കിലും 2002 വോട്ടർ പട്ടികയിൽ എന്റെ പേരില്ല എന്നില്ല. എന്റെ അച്ഛൻ്റെ ഇല്ല, അമ്മയുടെ ഇല്ല, അവർ മരിച്ചുപോയി. അവരില്ലെങ്കിലും എനിക്ക് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 2024 വോട്ട് ചെയ്ത ആൾക്ക് പോലും 2026 വോട്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധി, ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതി കിട്ടാതെ വരുന്ന പ്രതിസന്ധി. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നേരത്തെ പറഞ്ഞത് വളരെ ക്ലിയറാണ്. എന്നെപ്പോലെ ഇത്രയും സ്വാധീനമുള്ള, ഇത്രയും അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു ദുരിതം പറഞ്ഞതല്ല, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് എഴുതായിരുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക വോട്ടർ പട്ടിക പേര് ചേർക്കാൻ. എനിക്ക് പറ്റുന്നില്ല. ഇപ്പോ പാസ്പോർട്ടിന് വീണ്ടും ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്, അഭിമുഖം വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വളരെ ഗൗരവതരമായി ഇടപെട്ട ഒരു കമ്മീഷൻ ഉണ്ടാക്കി, ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഇദ്ദേഹത്തിന്റെ വോട്ടർ അപേക്ഷ ഇനി വരാനിരിക്കുന്നതേ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഒരു ഗതിയില്ലാതെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതാണ് ഈ പാറ്റ പാർട്ടി CJP അവർ പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ അവരുടെ 5 ഡിമാൻഡുകളിൽ ഒരു ഡിമാൻഡ്, സ്ത്രീകൾക്ക് തുല്യത വേണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഡിമാൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്, അർഹരായ ഒരാളുടെ വോട്ട് നിഷേധിച്ചാൽ ആ ഉദ്യോഗസ്ഥനെതിരെ UAPA വേണമെന്നാണ് അവർ പറഞ്ഞത്. അത് വേണമെന്ന് അറിയില്ല. വളരെ ഗുരുതരമായ കുറ്റകൃത്യമായി അത് കാണണം. അത് ശരിയാണ്. ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്താ? വോട്ടർ. ഒരു രാജ്യത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എൻ്റെ സർക്കാരുകളെ
തദ്ദേശ സർക്കാരാവാം, സംസ്ഥാന സർക്കാരാവാം, കേന്ദ്ര സർക്കാരാവാം, തെരഞ്ഞെടുക്കാനുള്ള എൻ്റെ അവകാശമാണ്. ഇതിന് ഇത് ഇട്ടാൽ ഉടനെ പറയുന്ന മറുപടി അവർ രാജ്യദ്രോഹികളാണ്, രാജ്യദ്രോഹികൾ കൊടുക്കില്ല. ശരിയാണ്. ഈ ആർ രാജഗോപാൽ വേണി രാജ്യദ്രോഹി എന്നൊക്കെ പറയാം. എന്താ കാരണം? രാജ്യദ്രോഹിയാണ്, രാജ്യദ്രോഹിയല്ല. രാജാവിനെ വിമർശിക്കും. പണ്ടങ്ങനെയാണല്ലോ, രാജാവിനെ വിമർശിച്ചാൽ രാജ്യത്തെ വിമർശിക്കുന്ന പോലെയാണ്. രാജാവ് ഈശ്വരൻ എന്മകനെ എന്ന് പറയുന്ന പണ്ടത്തെ ഉണ്ട്. ഇന്നിപ്പോ അതല്ലല്ലോ. ജനാധിപത്യത്തിൽ ഭരണകർത്താവ് രാജാവൊന്നുമല്ല. ഭരണകർത്താവിനെ വിമർശിച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയും. പണ്ട് യു ആർ അനന്തമൂർത്തിയോട് പറഞ്ഞതാണ്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളാൻ. ഇയാൾക്ക് പറ്റാത്തവരൊക്കെ ഇന്ത്യ ഗവൺമെന്റ് വിമർശിച്ചാൽ, സംഘപരിവാറിനെ വിമർശിച്ചാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായ, അവിടെയാണ് പ്രശ്നം. ഇതിൽ വേറെ പ്രശ്നം കൂടിയുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ അങ്ങനെ? ഇലക്ഷൻ കമ്മീഷൻ ഒരു സംവിധാനമല്ലേ. അവരെങ്ങനെയാണ് നിങ്ങൾ എക്സംപ്റ്റ് ചെയ്യുക? അവർ എക്സംപ്റ്റ് ചെയ്താൽ, അതുകൊണ്ടാണല്ലോ ഒരാൾക്ക് 23 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടിയൊന്നും എടുക്കുന്നില്ല. ഒരേ പേരിൽ ഒരേ പടം വെച്ച് 23 വോട്ട് ഒരു സംസ്ഥാനത്ത് ഉണ്ടാവുക, വേറെ സംസ്ഥാനത്ത് ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടായാലോ, അത് ബ്രസീലിയൻ മോഡൽ ഒരു പെൺകുട്ടിയുടെ പടം വെച്ച് 23 സ്ഥലത്തും ഇവർക്ക് വോട്ട്, 23 പേരിൽ ഒരു പടം വെച്ച്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു വോട്ടർ പട്ടിക വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ വിശ്വസിക്കും? തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ജനാധിപത്യത്തിൽ വിശ്വസിക്കും? ഇതൊരു ചോദ്യം. 2, നേരത്തെ പറഞ്ഞ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും ദരിദ്രരും ദുർബലരുമായ മനുഷ്യർക്ക് അർഹരായി കിട്ടുന്നില്ല. ഇത് വലിയ തോതിലുള്ള നീതി നിഷേധമാണ്. അപ്പൊ നിങ്ങളുടെ പൗരാവകാശം, നിങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം പോകുന്നു, നിങ്ങളുടെ സർക്കാരിൽ നിന്നുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവകാശം പോകുന്നു. ഇതൊക്കെ വളരെ ഡിസ്ക്രിഷണറി, അതായത് വിവേചനത്തോടുകൂടി. എന്താ വിവേചനം? ആർക്കാ വിവേചനാധികാരം? ആർക്കാ അതിൽ അവസാനം തീരുമാനിക്കാനുള്ള അവകാശം? BLOക്ക് പോലും അല്ല. BLO കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ബ്ലാക്ക് ബോക്സിൽ നിന്ന് നിങ്ങളുടെ വോട്ടർ വരികയാണ്, അറിയില്ല. അപ്പൊ അതിനൊരു യുക്തിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായും ഈ SIR എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒന്നൊരു കാര്യം. 2, പൗരത്വവും വോട്ടർ IDയും പാസ്പോർട്ടും ഇതൊക്കെ ലിങ്ക് ചെയ്യുന്നത് അതിലേറെ തെറ്റാണ്. അതിലും വലിയ തെറ്റാണ് ഇതൊക്കെ വെച്ച് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കുന്നത്.